ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മെട്രോ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലാണ് എത്തിയിരിക്കുന്നത്. നമ്മൾ ലാൽ ഖുല എന്നാണ് മെട്രോ സ്റ്റേഷൻ്റെ പേര്. അത് കഴിഞ്ഞിട്ട് നമ്മൾ മറ്റേ മെട്രോ റോഡിൻ്റെ ഉള്ളിലോട്ട് കിടക്കുകയാണ്. ഡൽഹിയുടെ ലാൻഡ്മാർക്കുകളിലൊന്നാണ് നമ്മുടെ ഈ റെഡ് ഫോർട്ട് എന്ന് പറയപ്പെടുന്നത്. ചെങ്കോട്ടയുടെ ഫ്രണ്ടിൽ തന്നെ ഒരു ഹനുമാൻ്റെ അമ്പലം കാണാൻ സാധിക്കും. റെഡ് ഫോർട്ട് കാണാൻ നമ്മുടെ സ്കൂൾ കുട്ടികളുടെ ഒരു കുത്തൊഴുക്ക് തന്നെ ഉണ്ടായിരുന്നു. ഡൽഹിയുടെ അടുത്ത പ്രദേശങ്ങളിലുള്ള കുട്ടികളെല്ലാവരും വന്ന് കാണുന്നുണ്ട്. കാണുന്നതാണ് നമ്മുടെ എൻട്രൻസ് എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ പലതരത്തിലുള്ള ആൾക്കാർ വരുന്നുണ്ട്. അതുപോലെ തന്നെ പലതരത്തിലുള്ള വസ്ത്രം ധരിക്കുന്നവരുണ്ട്, പലതരത്തിൽ ഭാഷ സംസാരിക്കുന്നവരുണ്ട്, അതുകൂടാതെ വിദേശികൾ വരുന്നുണ്ട്. അപ്പം നമുക്ക് ഇവരെല്ലാം കണ്ടുകൊണ്ട് തന്നെ നമുക്ക് ടിക്കറ്റ് എടുക്കാൻ പോവാം. ടിക്കറ്റ് എടുക്കുന്ന ടിക്കറ്റ് ചാർജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്ത്യക്കാർക്ക് വരുന്നത് 35 രൂപയാണ്. അതായത് കോട്ട ചുറ്റി കാണുന്നതിന് 35 രൂപയും അത് മ്യൂസിയത്തിന് 30 രൂപ എക്സ്ട്രായും കൂടെ കൊടുക്കണം. അപ്പോൾ 65 രൂപയാണ് മൊത്തത്തിൽ നമുക്ക് ഇന്ത്യക്കാർക്ക് ചാർജ് വരുന്നത്. അതുപോരാതെ ഒരു വിദേശിയാണെങ്കിൽ 500 രൂപയാണ് എക്സ്ട്രാ ചാർജ് വരുന്നത്. നമുക്ക് ടിക്കറ്റ് എടുക്കുന്നതിന് ചെറിയൊരു ക്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതുപോരാതെ നമ്മൾ ടിക്കറ്റ് എടുക്കാനായിട്ട് QR കോഡ് വഴിയും ടിക്കറ്റ് എടുക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. എൻട്രൻസ് ആണ് നമ്മൾ കാണുന്നത്. ഈ കാണുന്നത് എൻട്രൻസ് ആണ്. ലേഡീസിന് വേറെ ഉണ്ട്. ആ കൂട്ടത്തിൽ തന്നെ നമുക്ക് വേറൊരു വരി കൂടെ കാണാൻ പറ്റും. അപ്പൊ അതിനകത്ത് ചെക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ മറ്റേ പട്ടാളക്കാരൊക്കെ അവിടെ ഉണ്ട്. പിന്നെ ഈ കോട്ടയെക്കുറിച്ച് ഒട്ടനേകം ചരിത്രങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അത് നമ്മൾ ഈ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. കാരണം നിങ്ങളെല്ലാവരും ചെറിയ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങളൊക്കെയാണ്. ചെങ്കോട്ടയെക്കുറിച്ച് അറിയാത്തവർ മലയാളികളും ഇന്ത്യക്കാരും ഇല്ല എന്നുള്ളതാണ് സത്യം. പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ, നമ്മളിവിടെ വന്നിട്ട് ചുറ്റും നടക്കുമ്പോഴത്തേക്കും മുഴുവൻ ഹിന്ദിക്കാരാണ്. ആ നടക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു മലയാളി ഇങ്ങനെ മലയാളം സംസാരിക്കുന്ന കേട്ടോ നമുക്കൊരു സമാധാനം. കാരണം വെച്ചാൽ ചുറ്റും ഹിന്ദിക്കാരാ, ഒരാൾക്ക് പോലും മലയാളം അറിയുന്നവരില്ല. അതിൻ്റെ ഇടയ്ക്ക് ഒരാളൊരു മലയാളം പറഞ്ഞാൽ നമുക്കൊരു സമാധാനം തന്നെയാണ്. അതുപോലെ തന്നെ ഉണ്ടല്ലേ, നമ്മൾ പോകുന്ന വഴിക്കെല്ലാം ചുറ്റും ഫോട്ടോ എടുക്കുകയാണ്. ആ പീരങ്കിയുടെ മോഡലായിട്ട് വെച്ചതാണ്. അതിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട് ഒരു ഫോട്ടോ എടുക്കുന്നുണ്ട് ആൾക്കാർ. പിന്നെ പലതരത്തിലുള്ള ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ നമ്മൾ കോട്ടയുടെ ഉള്ളിലോട്ട് കയറുന്നതിൻ്റെ ഒരു കവാടത്തിലാണ് നമ്മളിപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഉള്ളിലോട്ട് കയറി വരുമ്പോൾ കാണാം നമുക്ക് അവിടെ ഒരു മാർബിൾ ശിലകളിൽ എന്തൊക്കെയോ കൊത്തി വെച്ചിട്ടുണ്ട്. അത് ഭയങ്കര രസമാണ്. അതിൻ്റെ അവിടെ തന്നെ നമ്മുടെ ഇന്ത്യൻ പതാക ഇങ്ങനെ പാറിയിട്ട് പറക്കുകയാണ്. വീഡിയോസിലൊക്കെ കാണുന്ന പോലെ ലാൽ ഖൈല അതോ റെഡ് ഫോർട്ടിന്റെ എൻട്രൻസിന്റെ ഭാഗങ്ങളൊക്കെ വരുന്നു. നമ്മൾ അകത്തോട്ട് കയറുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ പറ്റും ധാരാളം ലൈറ്റും കാര്യങ്ങളൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട്. എന്ത് കടകളാണോ എന്തുവാണെന്ന് നടത്തില്ല. യൂട്യൂബിനകത്ത് വീഡിയോസ് കണ്ടപ്പോൾ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് പണ്ട് കാലത്ത് ഇതേപോലെ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ഒരു സ്റ്റോർ ആണെന്നാണ് പറഞ്ഞത്. ഇവിടെ ഇഷ്ടം പോലെ കച്ചവടക്കാരൊക്കെ ഉണ്ട്. ഓർണമെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ അതുപോലെ തന്നെ ബാഗ് ഐറ്റംസ്, ഇത് കോസ്റ്റ്ലി ഐറ്റംസ് ഒക്കെയാണെന്നാണ് പറഞ്ഞത്. ഡ്രസ് ഐറ്റംസ് ഒക്കെ 500 രൂപയൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ നമുക്ക് ഇങ്ങോട്ട് പോകുമ്പോഴത്തേക്കും കാണാൻ പറ്റും ധാരാളം വിദേശികളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി അങ്ങോട്ട് ഫുള്ള് മാർക്കറ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും. തൊപ്പി ഇതുപോലുള്ള ഐറ്റംസ് ഇഷ്ടം പോലെ ഉണ്ടാവും. ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും കുറെ ഐറ്റംസും കാര്യങ്ങളും കാണാൻ പറ്റും. ഒരു കട പോലെ എന്തൊക്കെയോ വെച്ചിട്ടുണ്ട് അങ്ങനത്തൊക്കെ. അതുപോലെ തന്നെ ഷോള്, വളരെ തൊപ്പികള്, കുറെ സാധനങ്ങളൊക്കെ അവിടെയൊക്കെ ആയിട്ട് നിരത്തി വെച്ചിട്ടുണ്ട്. മലയാളീസിനെയൊക്കെ ഒരു മലയാളി ഇപ്പൊ കണ്ടായിരുന്നു കേട്ടോ. മലയാളീസിനെ കാണുവാണ് നമുക്ക് സമാധാനം. കാരണം ഇത്ര നേരം ഹിന്ദി പറഞ്ഞിട്ട് അതേ ഒരു സാഹിത്യത്തിന് വിട്ടിരുന്നിട്ട് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. ഇത്ര നേരം ഹിന്ദിയൊക്കെ പറഞ്ഞിട്ട് ഹിന്ദി പറയുന്നത് കേട്ടിട്ടേ പെട്ടെന്നൊരു
ആള് മലയാളം പറയുന്നത് കേൾക്കുമ്പോൾ നമുക്കൊരു ഒരു മനസ്സിനകത്ത് ഒരു കുളിർമയാണ്. ഇഷ്ടം പോലെ സിഖുകാരെ കാണാൻ പറ്റും. പലതരത്തിലുള്ള ഭാഷകൾ സംസാരിക്കുന്ന ആൾക്കാർ വരുന്നുണ്ട്. മലയാളീസ് ഉണ്ട്, ഹിന്ദിക്കാരുണ്ട്, അങ്ങനെ പലരും. നമുക്ക് ഇഷ്ടം പോലെ ഇങ്ങനെയാണ് പറഞ്ഞു തരേണ്ടത് നടക്കുന്നത്. അതുപോലെ തന്നെ എല്ലാത്തിനും നല്ല വിലയാണ് കേട്ടോ. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇതിനകത്തെ ഷോപ്പിൽ നല്ല പൈസ ആയിരിക്കും. നമ്മൾ സാധാരണ ഷോപ്പിൽ കാണുന്ന പോലെയല്ല, എക്സ്പെൻസീവ് ഐറ്റംസ് ആയിരിക്കും ഇവിടെ കാണുന്നത്. സുവനീർസുകൾ എല്ലാം ഇരിപ്പുണ്ട് ഇവിടെ. ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു പ്രധാന കാഴ്ച എന്ന് പറയുന്നത്. നമുക്ക് ഇതിനകത്ത് കയറിയിട്ട് ഇങ്ങോട്ട് നോക്കുമ്പോഴത്തേക്കും ആൾക്കാർ വരുന്നത് ഇതാണ് ഇതിനകത്ത് വെച്ചേക്കുന്ന ഓരോരോ ശില്പികളുടെയും ലൈറ്റ്സും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ്മെന്റിന്റെയും കാര്യങ്ങളൊക്കെയാണ് കാണുന്നത്. ഇങ്ങോട്ട് നോക്കുമ്പോൾ കാണാൻ പറ്റും ധാരാളം ഫാമിലീസ് ഒക്കെ വന്നിട്ടുണ്ട്. ഇതിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിനെക്കുറിച്ച് വിവരണങ്ങളും കാര്യങ്ങളൊക്കെ നടന്നൊന്ന് ക്ഷീണിച്ചിട്ട് ഞാൻ തീർന്നിരിക്കുന്നത് അറിയാം. ഹിന്ദി ചത്ത ചൗക്ക് എന്നാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ചത്ത ചൗക്ക് മീൻസ് covered bazaar, which in the 17th century India was extremely unusual, and this is one especially unique in Mughal architecture. The notion of a covered bazaar was stimulated by the Shah Jahan. So in Peshawar, 1646, now in Pakistan, this bazaar was earlier known as Bazaar Musliar. അങ്ങനെ കുറേ സംഭവം എഴുതി വെച്ചിട്ടുണ്ട്. നമുക്കിതൊന്നും വായിക്കാൻ സമയമില്ല. ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്കിങ്ങനെ 4 ചുവട്ടും ആൾക്കാരൊക്കെ വന്നിട്ട് ഇങ്ങനെ വലിയ ലൈറ്റും കാര്യങ്ങളും ആൽമരവും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. നമുക്ക് ഇവിടുന്ന് ഒരു വലിയൊരു കെട്ടിടം തന്നെ കാണാൻ പറ്റും. നമുക്ക് അതിനൊരു LED ഒരു ഇതും കാണാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ഗ്രൗണ്ട് പോലെ ഒരു ഇത് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ആൾക്കാരുടെ ബഹളമാണ്. പിന്നെ പതിയെ ആൾക്കാർ വന്ന് കയറിക്കുന്നുണ്ട്. ഉച്ച സമയമാണ്ട് അധികം ആൾക്കാരും കാര്യങ്ങളൊന്നും കാണുന്നില്ല ഇവിടെ. ആൾക്കാരൊക്കെ ഇങ്ങനെ മലയാളം പറയുന്നതും പിന്നെ കഴിഞ്ഞിട്ട് വീഡിയോ പിടിച്ചോണ്ടിരിക്കുന്നുണ്ട്. പെട്ടെന്നൊരു ഓക്കെ നാം ക്യാ ഹൈ കേരള से ना चैनल का नाम अभी सब्सक्राइब मारे ഓക്കെ यूट्यूब ചെറിയ സ്മോൾ. പിന്നെ ഞാൻ കാണുന്ന പയ്യന്മാർ നമുക്ക് വന്നിട്ട് ഇങ്ങോട്ട് വന്നിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ വന്നിട്ട് ഇഷ്ടം പോലെ ആൾക്കാർ വീഡിയോസ് എടുക്കുകയും ഫോട്ടോസ് എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതേപോലെ വഴിയരികിൽ നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ ധാരാളം സഞ്ചാരികൾ ഇവിടെ വന്ന് വിശ്രമിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ആ കാണുന്ന കുറെ സിഖുകാരും പിന്നെ നമ്മൾ നടന്നു പോകുന്ന വഴിക്ക് സൈഡിൽ തന്നെ കുറെ ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. വലിയ മരങ്ങളും ഒക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതാണ് വേറൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. നമുക്ക് ആ കൂട്ടത്തിൽ വന്ന സമയത്ത് ഒരു മലയാളിയെ കണ്ടിട്ടുണ്ടായിരുന്നു. അവരെ നമ്മൾ അങ്ങോട്ട് കയറാൻ പോയില്ല. ഇവിടെ എന്താണ് സംഭവം എന്ന് അറിയത്തില്ല. അതുപോലെ തന്നെ ഇഷ്ടം പോലെ നല്ല വലിയ കെട്ടിടങ്ങളാണ്. നടന്ന് നമ്മൾ ഇന്നത്തെ ഒരു ദിവസം പോകും കേട്ടോ. ഇതെന്താണ് സംഭവം നമുക്ക് അറിയില്ല. പണ്ട് കാലത്ത് വേറെ സംഭവം ഇവിടത്തേക്ക് കണ്ടോ. ഇതൊക്കെ ഉണ്ടാക്കിയ ആൾക്കാരൊക്കെ ആരൊക്കെയാണെന്ന് നമുക്ക് അറിയത്തില്ല. എനിക്ക് എത്ര ദിവസം എടുത്താണ് ഇതൊക്കെ ഒന്ന് കൊത്തിയെടുക്കാൻ വേണ്ടി. അതിനകത്തില് ഓരോരോ ശില്പം ഇതിനകത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കൊത്തിയെടുത്തേക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ അതിനൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ കുറെ സമയം എടുത്താണ് കേട്ടോ. പിന്നെ നമുക്ക് പോകുമ്പോഴത്തേക്ക് കാണാൻ പറ്റും അകത്ത് എന്തൊക്കെയോ ഉണ്ട്. നമ്മൾ നോക്കിയിട്ട് ഒന്നുമല്ല, ജസ്റ്റ് ഇതൊരു കവാടം പോലെ ഇങ്ങനെ വെച്ചിട്ടുള്ളൂ. ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് ചുറ്റും കൊണ്ട് ഇങ്ങനെ ഒരു സംഭവമുള്ളൂ, അത്രേ ഉള്ളൂ. ഇത് അപ്പുറത്ത് കയറി വരുമ്പോഴത്തേക്കും നമ്മൾ കയറി വന്ന ആ ഒരു റൂട്ട് തന്നെയാണ് കാണുന്നത്. ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. എന്താണ് സംഭവം എന്ന് കയറാൻ വേണ്ടി മാത്രം നമ്മൾ ഇങ്ങോട്ട് കയറിയതേ ഉള്ളൂ. അവിടെ ഒരു ഇതുപോലെ അത്രേ ഉള്ളൂ. നമുക്ക് തിരിച്ചു പോകാം. എന്തോ സംഭവമാണ് നമ്മൾ നോക്കുന്നത്.
ഇനി അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് ആ കാണുന്ന സ്ഥലങ്ങളെല്ലാം മ്യൂസിയമാണ്. പക്ഷെ നമ്മൾ അതിന് ടിക്കറ്റ് എടുക്കാത്തത് കൊണ്ട് നമുക്ക് അങ്ങോട്ട് പ്രവേശനം ഉണ്ടായിരിക്കുകയില്ല. പിന്നെ വെറുതെ അവിടം വരെ പോയി നോക്കാമെന്നുള്ളൂ. ഞാൻ അങ്ങോട്ട് വെറുതെ നടക്കുകയാണ്. അറിയത്തില്ല, നമുക്ക് നോക്കട്ടെ. പിന്നെ നിങ്ങൾ ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തണം. എങ്കിൽ മാത്രമേ ഞങ്ങളിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരികയുള്ളൂ. പിന്നെ എല്ലാ വീഡിയോസ് തുടക്കം തൊട്ട് അവസാനം വരെ കണ്ട് സപ്പോർട്ട് ചെയ്യുക. എങ്കിൽ മാത്രമേ നമ്മളിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ടൊക്കെ വരികയുള്ളൂ. നിങ്ങൾ ചാനൽ സപ്പോർട്ട് ചെയ്യണം. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ കൂടുതലായിട്ട് വീഡിയോസായിട്ട് വരാൻ പറ്റുകയുള്ളൂ. മ്യൂസിയം ആണെന്ന് തോന്നുന്നു.